എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. വേറിട്ട കൃഷി പരീക്ഷണമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ 100 മേനി വിജയം നേടി പാരമ്പര്യ കർഷകർ. കാളികാവ് ഈനാദിയിലെ ഇളംതുരുത്തി സലീമും ഭാര്യ സാഹിദയും ചേർന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ സീസൺ വിളവെടുപ്പ് വാർഡ് മെമ്പർ ബാലയിൽ മജീദ്, കൃഷി ഓഫീസർ VM സമീർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. റബ്ബറിന് വില തകർച്ച നീണ്ടുനിന്നപ്പോൾ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ 1.5 ഏക്കർ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തിയത്. ഏറ്റവും മുന്തിയ ഇനമായ അമേരിക്കൻ ബ്യൂട്ടിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. റബ്ബർ വിലയിടിവും കാട്ടുപന്നി ആക്രമണവും കാരണം കൃഷി തന്നെ അപ്പാടെ ഉപേക്ഷിച്ച് മലയോര മേഖലയിലെ കർഷകർക്ക് പുതിയ വഴി തെളിയിച്ചിരിക്കുകയാണ് സലീം. കോൺക്രീറ്റ് വേലിക്കല്ലുകൾ നാട്ടി ഓരോ കല്ലിലും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ 4 തൈകൾ വീതം പടർത്തി. ചെടിയുടെ സുഗമമായ നിൽപ്പിന് കല്ലിനു മുകളിൽ ബൈക്കിന്റെ പഴയ ടയറുകളും സ്ഥാപിച്ചു. നല്ല ചൂടും വെയിലുമാണ് തൈകൾക്ക് വേണ്ടത്. കാര്യമായി രാസവളവും കീടനാശിനി പ്രയോഗവും വേണ്ട. ചെടി നട്ട് 1 വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 1 വർഷത്തിൽ 5 തവണ വിളവെടുക്കും. കിലോയ്ക്ക് 200 രൂപയ്ക്കാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വിൽക്കുന്നത്. മെക്സിക്കോയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രധാന കേന്ദ്രം. ഏറ്റവും മുന്തിയ ചുവപ്പുപഴമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പൂർണ്ണതോതിൽ കായ്ക്കുമ്പോൾ നല്ല വരുമാനം ലഭിക്കും. കള്ളന്മാർ തോട്ടത്തിൽ കയറുന്നത് നിരീക്ഷിക്കാൻ 5 CCTV ക്യാമറകളാണ് തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ചെടിയുടെ പരാഗണം വേഗത്തിലും സുഖമായി നടക്കുന്നതിനും തൊട്ടടുത്ത് തേനീച്ച കൃഷിയും നടത്തുന്നുണ്ട്. മൂന്നാം വർഷമാണ് 2 വർഷം വിളവെടുത്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. വിജയിക്കുന്നുള്ള ഒരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ മറ്റേ സ്ഥലത്തിന്റെ പ്രത്യേകത, അതായത് തെക്കൻ വേലി ആട്ടുന്ന സ്ഥലമാണ്. അതേപോലെ ജൈവ കൃഷി മാത്രം ചെയ്തിരുന്ന ഒരു മണ്ണാണിത്. ഒരു അരനൂറ്റാണ്ടിലേറെ ആയിട്ട്. അപ്പോൾ വാപ്പായായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ജൈവ രീതിയിലുള്ള ആ കൃഷി ആയതുകൊണ്ട് നമുക്ക് പിന്നെ രാസവളമൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാനും അതേ മാർഗം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ജൈവ കൃഷി രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് കേടുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ കൃഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു 60% വെയിൽ കിട്ടണം എന്നാണ് പറയുക. പക്ഷെ ഇവിടെ ഇപ്പോൾ 100% വെയിൽ തന്നെയാണ്. രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമിക്കണ വരെ ഇവിടെ വെയിൽ തന്നെയാണ്. അപ്പോൾ വെയിൽ കിട്ടുന്ന സ്ഥലത്തേ ഇത് വിജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താണെങ്കിലും ഇത് സക്സസ് ആയി. ഇപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഏണിങ് കിട്ടുന്നുണ്ട് ഓരോ വർഷവും. മലയോര കർഷകർക്ക് ഇപ്പോൾ റബ്ബറിനും മറ്റ് ഇതിനൊന്നും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊന്നും തീരെ വിലയില്ലാത്തൊരു കാലഘട്ടമാണ്. അതേപോലെ തെങ്ങ്, അതേപോലെയുള്ള കവുങ്ങ്, അതൊക്കെ കൃഷി പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ കൃഷി എന്ന് പറയുമ്പോൾ ഇത് ഒരു നല്ല സക്സസ് ആണ്. എനിക്ക് 1000 കിലോയോളം ഇതുവരെ കിട്ടി. 1 ഏക്കർ സ്ഥലത്തേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മറ്റ് ഇതിൽ ഞാൻ എല്ലാം കൂടെ പല കൃഷികളായിട്ട് മിക്സഡ് രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കൃഷി മാത്രമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. മറ്റ് കൃഷികളൊക്കെ, മറ്റ് ഫ്രൂട്ടുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ചെടിയിൽ നിന്ന് 25 വർഷം വിളവ് ലഭിക്കും. കൃഷി വകുപ്പിൽ നിന്ന് സാമ്പത്തിക സാങ്കേതിക സഹായവും കർഷകന് ലഭിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഈനാദി എന്ന സ്ഥലത്ത് ശ്രീ സലീം എന്നവരുടെ കൃഷിയിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്, ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് കഴിഞ്ഞ 3 വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ സാധ്യതയെക്കുറിച്ച് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത്. തീർച്ചയായും വിജയകരമായി തന്നെ ഇന്ന് മാർക്കറ്റിൽ ഒരു പ്രശ്നവുമില്ലാതെ വിപണി കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കർഷകരോട് പറയാനുള്ളത്, നമുക്ക് കൂടുതൽ സ്ഥലങ്ങളുണ്ടെങ്കിൽ വൈവിധ്യമാർന്ന കൃഷി രീതികളിലേക്ക് പോകണം എന്നാണ് പറയാനുള്ളത്. ഒരേ തരം കൃഷി രീതി അല്ലാതെ ഇത്തരം പഴവർഗ്ഗ കൃഷി രീതികളിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിപണി കണ്ടെത്താനായിട്ട് സാധിക്കും. അദ്ദേഹം തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിഷരഹിത പഴവർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കഴിക്കാനായിട്ട് പറ്റും. ന്യൂസ് ബ്യൂറോ, കാളികാവ്.